ഇന്നലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 1-2 കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഒരു ചെയിൻ അതിന് മുമ്പേ ഓർഡർ ചെയ്തതാണ്. അത് ഇതുവരെ വന്നില്ല. ക്രിസ്മസിനെ കിട്ടും. കളിപ്പാട്ടം കൊണ്ട് കളിച്ചൊന്നുമില്ല. അതിനേക്കാൾ പ്രിയപ്പെട്ടൊരു സാധനം വേറെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ, ക്രിസ്മസ് പ്രമാണിച്ച് വാങ്ങിച്ചതാണ്. അത് ഫ്രിഡ്ജിലിരിക്കുന്നു. അത് വേവിച്ച് അകത്താക്കുന്നത് വരെ സമാധാനമില്ലാതിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ബീഫ് വേവിച്ച് കൊടുത്ത് അതും കൂട്ടി ഫേഷായി ഒരു പിടുത്തം പിടിച്ച് ആ സോഫയിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമായിരുന്നു. ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നു. അതിനിടയ്ക്ക് കോളേജ് കുമാരൻ വന്നവന് ബീഫ് വേവിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ചെറുതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി തൂവിയിട്ട് വേവിച്ച് കൊടുത്താൽ മതിയല്ലോ, വലുതിനത് പറ്റത്തില്ലല്ലോ. ട്യൂഷൻ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് 8:30 കഴിഞ്ഞപ്പോൾ ബീഫ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുക്കള കയറിയതാണ്. ഈ കുരുത്തം കെട്ടത് സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നേ. ഒരു 10 മിനിറ്റ് ആയില്ല. അതിനു മുമ്പ് മുറ്റത്തൊരു അലർച്ച കേട്ടു. ഞാൻ ചാടി ഇറങ്ങി ചെന്നപ്പോൾ ഇയാൾ കഴുത്തിലെ ബെൽറ്റിൻ്റെ കൊളുത്തും പൊട്ടിച്ചിട്ട് കടന്നിരിക്കുന്നു. വഴിയിലിട്ട് യുദ്ധം നടക്കുന്നു. അലർച്ച കേൾക്കാം. ഞാൻ പുറകെ ഓടി. വിത്തൗട്ട് ചെരുപ്പിടാനൊന്നും നമുക്ക് സമയമില്ല. കാരണം അങ്ങനെ കളയാനില്ല. സെക്കൻഡുകൾക്ക് പോലും വിലയുള്ള സമയമാണ്. എന്തായാലും അവനെ അതിർത്തി കടത്തി വിട്ടിട്ട് തിരിച്ചു വരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കയ്യോടെ പിടികൂടി വീട്ടിൽ കൊണ്ടുവന്നു. ലൈറ്റിൻ്റെ വെട്ടത്തിൽ വന്നപ്പോഴാണ് കണ്ടത്. വാ നിറയെ ചോര. ഭടൻ്റെ രക്തമാണോ ജോത്താവിൻ്റെ രക്തമാണോ എന്തുവാണെന്നറിയില്ല. ഞാൻ വാ കഴുകി കൊടുത്തു. അപ്പോഴാണ് കണ്ടത് സുണ്ട് മുറിഞ്ഞത്. അയ്യോ, എൻ്റെ കുഞ്ഞിൻ്റെ സുണ്ടെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട്. അമ്മച്ചി സുണ്ട് മാത്രമല്ല, കൈയുണ്ട്, കാലുണ്ട്, എല്ലാം പൊക്കി കാണിക്കുന്നു. ആ കൈപ്പത്തിയുടെ പുറകിൽ തോട്ടി പോലെ നിൽക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, നഖത്തിൻ്റെ പോലെ ഇരിക്കുന്നത്, അത് മൊത്തം ഇളകിയിരിക്കുന്നു. അത് കടിച്ച് പറിച്ചതൊന്നുമല്ല, അത് കല്ലിലെങ്ങാണ്ട് കൊണ്ട് ഇളകിയതാണ്. അവസാനം ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി മരുന്ന് വെച്ച് കൈ കെട്ടിക്കൊടുത്തു. പിന്നെ കുഞ്ഞ് റെസ്റ്റായിരുന്നു. പക്ഷേ റെസ്റ്റായിരുന്നെങ്കിലും ഡിന്നർ കഴിച്ചു കേട്ടോ. സാധാരണ യുദ്ധം കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞങ്ങൾ പട്ടിണി കിടക്കലാണ് പതിവ്. ഇന്നലെ ബീഫ് ഉണ്ടായിരുന്നത് കൊണ്ട് പട്ടിണി കിടക്കുന്നില്ലെന്ന് അങ്ങ് വിചാരിച്ചു കുഞ്ഞ്. പിന്നെ ഈ പഹയനുണ്ടല്ലോ, കടിച്ചു കഴിഞ്ഞാൽ പിടിവിടത്തില്ല. അമ്മാതിരി പിടുത്തമാണ് പിടിക്കുന്നത്. ഇവൻ സാധാരണ കഴുത്തിനാണ് പിടിക്കുന്നത്. പക്ഷേ ആ പഹയൻ്റെ ഇന്നലെ കഴുത്തിനല്ല പിടുത്തം കിട്ടിയത്, വയറിനോ പള്ളയ്ക്കോ അങ്ങോട്ടായിരിക്കും പിടുത്തം കിട്ടിയത്. അവനെ പിടിപിടിക്കാൻ വേണ്ടി അവൻ ആറഞ്ചും പുറഞ്ചും അങ്ങ് കടിച്ചു കളഞ്ഞു. ഇവന് ഈ ദേഹത്ത് പിന്നെ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ഇവന് വിടത്തില്ല. പലപ്പോഴും എൻ്റെ കൺമുമ്പിൽ കാണുന്ന യുദ്ധങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഇവൻ്റെ മേൽത്താടിയും കീഴ്ത്താടിയും കൂടെ 2 കൈ കൊണ്ടും പിടിച്ച് വലിച്ച് തുറന്ന് അതുങ്ങളെ ഈ ചെകുത്താൻ്റെ വായിൽ നിന്ന് പിടിപ്പിക്കുന്നത്. ഇന്നലെ അതിൻ്റെ പള്ളയ്ക്ക് ഇവിടെ ആയിരിക്കും പിടി കിട്ടിയത്. പിടിപിടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും അത് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കടിച്ചത്. ആ വെളുത്ത മുഖത്ത് ചുവന്ന് കാണുന്ന ചില പാടുകളുണ്ടല്ലോ, ചില വട്ടപ്പൊട്ടുകൾ പോലെ കാണുന്നത്, അതെല്ലാം യുദ്ധത്തിൻ്റെ അലങ്കാരങ്ങളാണ്. കുഞ്ഞിന് യുദ്ധം ചെയ്ത് കിട്ടിയ പാടുകളാണ് അതെല്ലാം. 1 2 ഒന്നും അല്ല. ആ മുഖത്ത് കണ്ണിന് താഴെയും കണ്ണിൻ്റെ സൈഡിലും ഒക്കെ കാണുന്നതെല്ലാം കുഞ്ഞിൻ്റെ യുദ്ധത്തിൻ്റെ പാടുകളാണ്. അവിടെ മാത്രം എന്താണെന്നറിയത്തില്ല, രോമം കിളിച്ച് വരുന്നത്, പിന്നെ ചുവന്ന കളറിലാണ് കിളിച്ച് വരുന്നത്. 6 മാസത്തിന് മുമ്പ് കഴിഞ്ഞ ജൂണിൽ യുദ്ധം ചെയ്തതിൻ്റെ സാക്ഷ്യപത്രമായി കാണുന്നത്. അന്ന് ഒരാഴ്ചയോളം ചിക്കൻ മിക്സിയിലിട്ട് അരച്ച് കുഴമ്പ് പരുവത്തിലാക്കിയാണ് അങ്ങോട്ട് തള്ളി കൊടുത്തുകൊണ്ടിരുന്നത്. അത് നല്ല ഏറ്റൊരു കടിയായിരുന്നു. വാ പൊളിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഒരാഴ്ചയോളം. ചിക്കൻ കടിക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഇന്നെന്തായാലും അത്ര വലിയ പരുക്കുകളല്ല, ചെറിയ ചില പോറലുകളാണ്. കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഈ ജോത്താവിനെ കൊണ്ട് ഞാൻ തോറ്റെന്നേ. എനിക്ക് വയ്യായേ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് ചിന്തിക്കുക. പക്ഷേ എൻ്റെ കിതയോടെ വെച്ചിട്ട് എങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇതിനെ ഞാൻ ഇനി കൂട്ടിലിട്ട് വളർത്താൻ പോവാം. സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് 10,000 രൂപ മുടക്കി ഒരു കൂടുണ്ടാക്കിയിട്ട് അത് നോക്കൂത്തി പോലെ മുറ്റത്ത് കിടക്കുന്നു. ഇനി ഈ പൂത്തിനെ ഞാൻ പുറം ലോകം കാണിക്കത്തില്ല. അയ്യോ, എനിക്ക് വയ്യായേ. ഡോക്ടറെ പോയി കണ്ടിരുന്നു. കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ 5 വാക്സിൻ എടുത്തല്ലയോ, അതുകൊണ്ട് ഇനി നിർബന്ധമില്ല. പിന്നെ വേണമെങ്കിൽ ഒരെണ്ണം എടുത്തോളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരെണ്ണം എടുക്കണം, അതാണ് അതിൻ്റെ രീതി എന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി നാളെ കൊണ്ടുപോയി അതെടുക്കണം. അയ്യോ, ഇവൻ എനിക്ക് പണി തന്ന് ഞാനൊരു പരുവമായിരുന്നേ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ഈ മാങ്ങാണ്ടി. എൻ്റെ തല പെരുക്കുന്നു. എല്ലാം കൂടെ എന്നെ അങ്ങ് ശരിയാക്കുമായി ചെറുക്കന്. എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം കാണുമ്പോൾ ഞാൻ തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ വേദന എനിക്ക് സങ്കടമാകട്ടോ. എൻ്റെ കുഞ്ഞ് വേദനിച്ചിരിക്കുന്നത് കാണുമ്പോൾ അയ്യോ, ഇന്നലെ എവിടെയൊക്കെ നിൽക്കുന്നു, കാല് നിൽക്കുന്നു, കൈ നിൽക്കുന്നു, സുണ്ട് നിൽക്കുന്നു, എവിടെയൊക്കെ നിൽക്കണം, എവിടെയൊക്കെയാണ് വേദനയെന്ന് കുഞ്ഞിനറിയത്തില്ല. അമ്മാതിരി പെരുമാറിലാണ് ഇന്നലെ അവൻ പെരുമാറി വിട്ടത്. വല്ല കാര്യമുണ്ടോ? ഈ പനിക്കകത്ത് തിന്നുകൊണ്ട് ഈ മൂലയ്ക്കൂടെ അടങ്ങിക്കിടന്നപ്പോഴായോ? അവൻ ഈ ഞെരച്ച് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ തിന്നിട്ട് അവൻ്റെ എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നു. പാവം ആ മിണ്ടാപ്രാണി അതിന് എവിടെയൊക്കെ കടി കിട്ടിയോ ദൈവത്തിനറിയാം. എനിക്കറിയത്തില്ല കുഞ്ഞിൻ്റെ എവിടെയൊക്കെയാണ് കടി. ഞാൻ അതിനെ കണ്ടുപോലും ഇല്ല. പാവം ഇനി എന്ത് വേദനിച്ച് നടക്കുമായിരിക്കും.
ഇവിടെ ഒമ്പൊലിക്കാനും മരുന്ന് വെക്കാനും ആശുപത്രി കൊണ്ടുപോകാനും ഒക്കെ ആളുകളുണ്ട്. അതിനെ ആരെവിടെ കൊണ്ടുപോകുന്നത്? അത് വേദനിച്ച് നടക്കുമായിരിക്കും. ഈ ഒരു ചെകുത്താൻ നിമിത്തം ഇവൻ കാണിച്ചു കൂട്ടുന്ന വേലകൾ ഒന്നും പറയണ്ട. ആർക്കെങ്കിലും വേണോ ഈ സാധനത്തിനെ? വേണമെന്ന് പറയല്ലേ, ചുമ്മാ ചോദിച്ചതാണേ. എൻ്റെ ജീവനും ഹൃദയവും ആത്മാവും എല്ലാം ഈ ഒരു വെളുത്ത കുപ്പായത്തിനുള്ളിലാണ്. അതാർക്കും തരൂല ഞാൻ.